ഒരു വമ്പൻ വാർത്ത ഇപ്പോൾ വരുന്നത് നമ്മുടെ രാജ്യത്ത് വീണ്ടും ഒരു ഭീകരാക്രമണം നടന്നിരിക്കുന്നു എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ദില്ലിയിൽ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ചെങ്കോട്ടയ്ക്ക് സമീപം, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാം ഇരിക്കുന്ന അതേ തലസ്ഥാനത്ത് ഒരു ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. വെറും ഒരു ബോംബ് സ്ഫോടനമല്ല, മരണം 8 കടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനുമായിട്ട് ഒരു ഹൈ ടെൻഷൻ മോഡ് നമ്മുടെ രാജ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനുമായി ഏത് നിമിഷവും ഒരു യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെടാമെന്ന് നമ്മുടെ കരസേനാ മേധാവി നിരന്തരം പറയുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ബോംബ് സ്ഫോടനം നമ്മുടെ രാജ്യ തലസ്ഥാനത്തുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. രാജ്യ തലസ്ഥാനത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്ന ശേഷമുള്ള ആദ്യത്തെ ബോംബ് സ്ഫോടനമാണിത് എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. ഇപ്പോഴിതാ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലെ ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ്റെ ഗേറ്റ് നമ്പർ 1 സമീപം ഒരു കാറിലാണ് ഭീകരമായിട്ടുള്ള സ്ഫോടനമുണ്ടായിരിക്കുന്നത്. സ്ഫോടനത്തെക്കുറിച്ചുള്ള അതീവ ജാഗ്രത ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡൽഹി മുഴുവൻ ജാഗ്രതയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ്. പോരാത്തതിന് രാജ്യം മുഴുവൻ ഒരു ജാഗ്രതയിലേക്ക് പോകുമോ എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഇതിൽ എടുത്ത് കാണേണ്ടതാണ്. അതിനാൽ സമീപത്തുള്ള നിരവധി വാഹനങ്ങൾ ഈ സ്ഫോടനത്തിൽ തീപിടിച്ച് നശിച്ചു. കാറുകളും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കത്തി നശിച്ച സംഭവത്തിന്റെ വീഡിയോകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റ എല്ലാവരെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നു. 7 അഗ്നിശമന സേന വാഹനങ്ങളാണ് അല്ലെങ്കിൽ യൂണിറ്റുകളാണ് ഈ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സ്ഫോടനത്തിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. അത്ര വലിയ സ്ഫോടനമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഔദ്യോഗിക വിവരം നൽകിക്കൊണ്ട് ഡൽഹി ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ്റെ ഗേറ്റ് നമ്പർ 1 സമീപം ഒരു കാറിൽ സ്ഫോടനം നടന്നതായി ഒരു കോൾ ലഭിച്ചതായി അറിയിച്ചു. തുടർന്ന് ദില്ലി നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതിന് പിന്നിൽ ആരാണ്? ഭീകരവാദികളാണോ? ഇതിന് പിന്നിൽ പാകിസ്ഥാനാണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ? ഇത് ഒരിക്കലും ഒരു സാധാരണ അറ്റാക്കല്ല, അല്ലെങ്കിൽ ഇത് ഒരിക്കലും ഒരു സാധാരണ ഒരു തീപിടുത്തമോ സ്ഫോടനമോ അല്ല. ഇത് ദേശീയ മാധ്യമങ്ങളെല്ലാം നിലവിൽ പറയുന്നത് ഇതൊരു കരുതിക്കൂട്ടിയുള്ള ഒരു അറ്റാക്ക് തന്നെയാണ്. ഇത് ജനങ്ങളെ മനഃപൂർവ്വം കൊലപ്പെടുത്താനുള്ള ഒരു അറ്റാക്ക് തന്നെയാണ്. ഇതൊരു ഭീകരാക്രമണമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതലുള്ളതെന്നുള്ളതാണ്. അങ്ങനെ ഭീകരാക്രമണമാണെങ്കിൽ പിന്നീട് അത് നടത്തിയ രാജ്യവും ആ ഭീകരരും ആ രാജ്യത്തെ സകല സംവിധാനങ്ങളും ഇന്ത്യയുടെ ഇന്ന് നിൽക്കുന്ന ലെവൽ വെച്ചുകൊണ്ട് പിന്നീട് ഈ ഭൂലോകത്തുണ്ടാകില്ല എന്നുകൂടെയാണ് ആ രാജ്യം ഓർക്കേണ്ടത് എന്നുള്ളത് വേറൊരു കാര്യം. ഇപ്പോഴിതാ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ, ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാനായിട്ടുള്ള തയ്യാറെടുപ്പുകളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദില്ലിയിൽ അതീവ ജാഗ്രതയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന ചെങ്കോട്ടയിലാണ് ഈ സ്ഫോടനം നടന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.